എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 22-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരളം നടുക്കി വൻ ദുരന്തം. പൂരാവശ്യത്തിലേക്ക് തൃശൂർ ഉണരാനിരിക്കെ നാടിനെ നടുക്കി വൻ സ്ഫോടനം ഉണ്ടായി. ഇതിനകം 13 മരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുണ്ടത്തിക്കോടുള്ള വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിലാണ് സ്ഫോടനം ഉണ്ടായത്. തൃശൂർ പൂരത്തിലെ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന പുരയിലാണ് അപകടം സംഭവിച്ചത്. സംഭവത്തിൽ നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടും ഉണ്ട്. പരിക്ക് ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നാണ് റിപ്പോർട്ട്. വൈകുന്നേരം 3:30 അപകടത്തെ തുടർന്ന് കൺട്രോൾ റൂം തുറന്നു. 80 75 01 18 53 ഇതാണ് കൺട്രോൾ റൂം നമ്പർ. മൃതദേഹങ്ങൾ വയലിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ദാരുണമായ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നാടിന്റെ കാതുകളിൽ ഇടിമുഴക്കം പോലെ ആ സ്ഫോടനത്തിന്റെ ശബ്ദം തുളച്ചു കയറിയപ്പോൾ ആരും ഇത് കരുതിയിട്ടില്ല. അതൊരു ജനതയുടെ പ്രാർത്ഥനകളെ കരിയിച്ചു കളഞ്ഞു. തൃശൂർ പൂരപ്പെരുമയുടെ ആകാശവിസ്മയത്തിന് മരുന്നൊരുക്കിയ കൈകൾ ഇന്ന് ചാരമായി മാറിയിരിക്കുന്നു. വെടിക്കെട്ട് പുരയിൽ മരണം അഴിഞ്ഞാടിയപ്പോൾ അവിടെ അവശേഷിച്ചത് വെന്തുരുകിയ മണ്ണും നിലക്കാത്ത നിലവിളികളും മാത്രമാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത ഭീകരതയാണ് ആ പാടശേഖരം സാക്ഷ്യം വഹിച്ചത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വെടിക്കെട്ട് പുരയുടെ അവശിഷ്ടങ്ങൾക്കൊപ്പം ശരീരഭാഗങ്ങൾ സമീപത്തെ വയലിലേക്ക് ചിതറിത്തെറിച്ചു. കണ്ടുനിന്നവരുടെ കണ്ണുകളിൽ ഇരുട്ട് പകർന്ന കാഴ്ചയായിരുന്നു അത്. പാടശേഖരത്തോട് ചേർന്ന് വലിയൊരു പറമ്പിലാണ് വെടിക്കെട്ടുപുര പ്രവർത്തിക്കുന്നത്. സമീപത്തെ പറമ്പുകളിലെല്ലാം ശരീരഭാഗങ്ങൾ ചിതറിച്ച നിലയിലാണ്. പ്രിയപ്പെട്ടവരെ തിരഞ്ഞ് എത്തിയവർക്ക് മുന്നിൽ കരിപുരണ്ട മണ്ണും മാംസകഷ്ണങ്ങളും മാത്രമാണ് ബാക്കി. അപകടം നടന്നയുടൻ ഓടിയെത്തിയവർക്ക് അങ്ങോട്ട് അടുക്കാൻ പോലും സാധിച്ചില്ല. നിലക്കാത്ത സ്ഫോടന പിന്നീടും ഉണ്ടായി. ഓരോ പൊട്ടിത്തെറിയും രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായി. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലാണ് 5 വെടിക്കെട്ട് പുരകൾക്കും തീപിടിച്ച് കത്തി ചാമ്പലായത്. ആകാശം മുട്ടുന്ന ഉയരത്തിൽ പുക പടർന്നതോടെ പ്രദേശമാകെ കനത്ത പുക പടർന്ന അവസ്ഥയിലായി. ശ്വാസം മുട്ടുന്ന അന്തരീക്ഷത്തിൽ കരിമരുന്നിന്റെ രൂക്ഷഗന്ധത്തിനിടയിൽ കിടക്കുന്നവരെ കണ്ടെത്താൻ ഫയർഫോഴ്സ് ജീവനക്കാർ ഏറെ പണിപ്പെടേണ്ടി വന്നു. മരണത്തിനും ജീവിതത്തിനും ഇടയിൽ വെന്തുരുകിയ മനുഷ്യരെ പുറത്തെത്തിക്കാൻ അഗ്നിശമന സേന ജീവൻ പണയപ്പെടുത്തിയാണ് ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്നത്. തീ നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനാൽ അപകടത്തിൽപ്പെട്ടവരെ പുറത്തെത്തിക്കുന്നത് വളരെ താമസിക്കുകയായിരുന്നു. ഉള്ളിൽ ഇനി എത്ര പേർ ഉണ്ടെന്നോ വെടിക്കെട്ട് സ്ഫോടന വസ്തുക്കൾ ഇനി ഉണ്ടോ എന്ന് വ്യക്തമല്ലാത്തതിനാൽ ഒരടി മുന്നോട്ട് വെക്കുന്നത് ഭയപ്പെടുത്തുന്ന സാഹചര്യം ആണ്. ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്കയിലാണ് നാട് ശ്വാസമടച്ച് നിൽക്കുന്നത്. വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. പുതിയ സ്മാർട്ട് ഫോണുകളിൽ ആധാർ ആപ്പ് നിർബന്ധമാക്കാനുള്ള പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറി. മുൻനിര സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ, സാംസങ് തുടങ്ങിയ കമ്പനികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ഈ തീരുമാനം എന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഈ മാസം ഇല്ല എന്ന് നമുക്കറിയാം. 4-ാം തീയതി നേരത്തെ വിതരണം ചെയ്തിരുന്നു. സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ വിതരണം നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സമയമാണ് 20-ാം തീയതിക്ക് ശേഷം. പക്ഷേ ഈ മാസം നേരത്തെ വിതരണം ചെയ്തതുകൊണ്ട് ഇനി പെൻഷൻ ഈ മാസം ഇല്ല. അടുത്ത മാസം 20-ന് ശേഷമേ ലഭിക്കൂ. ഇനിയും ഒരു മാസം ക്ഷേമ പെൻഷൻ കാത്തിരിക്കണം. അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികളിലേക്ക് നാളെ മുതൽ കടക്കുന്നതാണ്. 25-ാം തീയതിയോട് കൂടിയിട്ട് തുക എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ മാസം എന്തായാലും ആ ഒരു തുക 30-ാം തീയതിക്ക് മുമ്പായിട്ട് ലഭിക്കുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LICയുടെ ഭീമ സഖി പദ്ധതിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി നിങ്ങൾ 1 രൂപ പോലും ചെലവാക്കേണ്ടി വരില്ല. ഈ പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് LIC ഏജന്റുമാരാകാനുള്ള പരിശീലനം നൽകും. ഇക്കാലയളവിൽ 7,000 മുതൽ 5,000 രൂപ വരെ
മാസം നൽകുന്നതാണ്. ഇതിനു പുറമെ പോളിസി ലഭിക്കുമ്പോൾ കമ്മീഷനും നൽകുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായ ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഇതിനായി പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 18 വയസ്സിനും 70 വയസ്സിനും ഇടയിലുള്ള ഏതൊരു സ്ത്രീക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി വിവരങ്ങൾ തേടാവുന്നതാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വയസ്സ് തെളിയിക്കുന്ന രേഖ, വിലാസം തെളിയിക്കുന്ന രേഖ, 10ാം ക്ലാസ് പാസ്സായ സർട്ടിഫിക്കറ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പ് എന്നിവ അപേക്ഷയോടൊപ്പം അറ്റാച്ച് ചെയ്യണം. ഒരു വ്യക്തി ഇതിനകം തന്നെ LIC ഏജന്റോ ജീവനക്കാരനോ ആണ് എങ്കിൽ അയാളുടെ ബന്ധുവിന് അല്ലെങ്കിൽ ഭാര്യ, മക്കൾ, പിതാമക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവർക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാൻ കഴിയില്ല. കൂടാതെ LICയിൽ നിന്നും വിരമിച്ച ഏതെങ്കിലും ജീവനക്കാർക്ക് മുമ്പോ നിലവിലോ ഏജന്റുമാരായവർക്കും ഈ സ്കീമിന് കീഴിൽ അപേക്ഷിക്കാൻ കഴിയുന്നതല്ല. പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് 3 വർഷത്തേക്ക് ഏജന്റാകാനുള്ള പരിശീലനം നൽകും. ഈ കാലയളവിൽ അവർക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റും മാസ ശമ്പളം പോലെ നൽകും. ആദ്യ വർഷം ഏതാനും മാസം 7000 രൂപ ലഭിക്കും. 2ാം വർഷം ഏതാനും മാസം 6000 രൂപ നൽകും. 3ാം വർഷം ഏതാനും മാസം 5000 രൂപയും നൽകുന്നതാണ്. പരിശീലന സമയത്ത് സ്ത്രീകൾക്ക് ശമ്പളത്തിന് പുറമെ കമ്മീഷനും ലഭിക്കുന്നതാണ്. LIC പോളിസി ലഭിക്കുമ്പോൾ ഈ കമ്മീഷനും നൽകും. അപ്പോൾ താല്പര്യമുള്ളവർ അടുത്തുള്ള LIC ഓഫീസുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കുക. പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് PNG സൗകര്യമുള്ള പ്രദേശങ്ങളിൽ LPG സിലിണ്ടറുകൾക്ക് പകരം PNGയിലേക്ക് മാറുന്നത് സർക്കാർ നിർബന്ധമാക്കി. മാർച്ച് 24 പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം അറിയിപ്പ് ലഭിച്ച് 3 മാസത്തിനുള്ളിൽ ഉപഭോക്താക്കൾ PNG കണക്ഷനിലേക്ക് മാറണം. അല്ലാത്ത പക്ഷം അവരുടെ LPG വിതരണം നിർത്തലാക്കും. രാജ്യത്തുടനീളം പ്രകൃതിവാതക പൈപ്പ് ലൈൻ ശൃംഖലകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ വികസിപ്പിക്കും. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് വിവിധ അതോറിറ്റികളിൽ നിന്നുള്ള അനുമതികൾ, ഉയർന്ന ഫീസുകൾ എന്നിവ ഇനി മുതൽ തടസ്സമാകില്ല. റെസിഡൻഷ്യൽ അസോസിയേഷനുകൾക്കോ ഹൗസിംഗ് സൊസൈറ്റികൾക്കോ പൈപ്പ് ലൈൻ പ്രവൃത്തികൾക്ക് തടയാൻ കഴിയില്ല. രാജ്യം മുഴുവൻ പൈപ്പ് ലൈൻ വിതരണത്തിന് ഏകീകൃത നിയമം നിലവിൽ വരികയാണ്. LPGയെ അപേക്ഷിച്ച് PNGക്ക് 30 മുതൽ 40% വരെ ചിലവ് കുറവാണ്. സിലിണ്ടറുകൾ നിറക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും അധിക ചിലവുകൾ ഒഴിവാകും. ഗ്യാസ് തീർന്നു പോകുമെന്ന പേടി സിലിണ്ടർ ബുക്ക് ചെയ്യാനായി കാത്തിരിക്കേണ്ടതും ഇല്ല. തുടങ്ങിയ കാര്യങ്ങളും PNGയെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാരണമാണ്. അടുക്കളയിൽ ഉയർന്ന മർദ്ദത്തിലുള്ള സിലിണ്ടറുകൾ സൂക്ഷിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സുരക്ഷ വർദ്ധിപ്പിക്കും. LPGയേക്കാൾ ശുദ്ധമായ ഇന്ധനമാണ് PNG. കേരളത്തിലേക്ക് വന്നാൽ സമാന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഗ്യാസ് എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പ്രോജക്റ്റും ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ പ്രധാന വിവരങ്ങൾ ഇങ്ങനെയാണ്. കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള പ്രധാന ലൈൻ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഈ ലൈൻ ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണ്. കൂടാതെ തമിഴ്നാട്ടിലേക്ക് നീണ്ടുപോകുന്ന കൂട്ടനാട്, ബാംഗ്ലൂരു പൈപ്പ് ലൈൻ ജോലികളും അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നു. സിറ്റി ഗ്യാസ് പദ്ധതിയുടെ കാര്യങ്ങൾ ഇനി പറയുന്ന രൂപത്തിലാണ്. വീടുകളിലേക്ക് നേരിട്ട് പാചകവാതകം എത്തിക്കുന്ന പദ്ധതിയാണിത്. ഓരോ ജില്ലകളിലേക്കും വിവിധ കമ്പനികൾക്കാണ് ഇതിന്റെ ചുമതല. കൊച്ചിയിൽ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒട്ടുമിക്ക ഭാഗങ്ങളിലും കണക്ഷൻ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ഈ പ്രദേശങ്ങളിലെല്ലാം ഗ്യാസ് ലഭ്യമായ ആളുകൾക്ക് ഇതിനകം ഇതിലേക്ക് മാറുന്നതിന് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ ഉടനെ നോട്ടീസ് ലഭിക്കുന്നതാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രധാന വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. നഗരസഭകൾ കേന്ദ്രീകരിച്ചാണ് പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുന്നത്. കോഴിക്കോട് നഗരത്തിന്റെ പല ഭാഗത്തും പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് വീടുകളിൽ ഉടൻ കണക്ഷനുകൾ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ അറ്റ്ലാന്റിക് ഗൾഫ് ആൻഡ് പസഫിക് കമ്പനിക്കാണ് ഇവിടുത്തെ ചുമതല. തിരുവനന്തപുരം നഗരങ്ങളിലും കൊച്ചുവേളി പരിസരങ്ങളിലും പൈപ്പ് ലൈൻ ഇടൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇതുവരെ ഇത് നിർബന്ധം പറഞ്ഞിരുന്നില്ല. അപ്പോൾ കണക്ഷൻ ലഭ്യമായി കഴിഞ്ഞാൽ അവിടെയുള്ള പ്രദേശങ്ങളിൽ നോട്ടീസ് ലഭിക്കും. അതിലേക്ക് മാറേണ്ടി വരും, നിർബന്ധമായിട്ടും മാറേണ്ടി വരും. അപ്പോൾ നമ്മൾ LPG സിലിണ്ടർ ഒഴിവാക്കുകയും വേണ്ടി വരും, കണക്ഷൻ ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ PNGയിലേക്ക് മാറണം.
PNGയിലേക്ക് മാറുമ്പോൾ 30 മുതൽ 40% വരെ കിഴിവ് ലഭിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ 14 കിലോഗ്രാം സിലിണ്ടറിന് നമുക്ക് 1000 രൂപയോളം വില വരുന്നുണ്ട്. അതിന്റെ 40% കുറവ് വരും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഏകദേശം 600 രൂപയോളം ചെലവിൽ നമുക്ക് ഇത്രയും ഗ്യാസ് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് വിവരം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ